അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ താങ്കൾക്ക് എന്താണ് ഈ കോടതിയുടെ അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ ആണ്, വ്യക്തതയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിച്ചതാണ്. അതായത് ഏതെങ്കിലും ഒരു ബില്ലിന്മേൽ അനിശ്ചിതകാലത്തേക്ക് തീരുമാനമെടുക്കാതെ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു തീരുമാനമെടുക്കുക, ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒന്നുകിൽ ആ ബിൽ അംഗീകരിക്കുക, അതല്ല എങ്കിൽ ആ ബിൽ തിരിച്ചയക്കുക. ഗവർണർമാർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക. അങ്ങനെ രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് ആ ബില്ല് എത്തുമ്പോൾ പോലും രാഷ്ട്രപതിക്കും അത് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതായത് കേന്ദ്ര സർക്കാർ ആണ് പ്രധാനമായും ഇത്തരം അധികാരപരിധികളെ ഉപയോഗിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ അന്നത്തെ സുപ്രീം കോടതിയുടെ വിധിയെ അംഗീകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല രാഷ്ട്രപതി മുന്നോട്ട് വെച്ചിട്ടുള്ള റഫറൻസുകൾ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തള്ളിക്കളയുകയും അത് പരിഗണിക്കരുത് എന്നും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ ഭരണഘടനാ ബെഞ്ച് രാഷ്ട്രപതിയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവി എന്നത്, അതായത് കോടതിക്കുമൊക്കെ അപ്പുറത്താണ് രാഷ്ട്രപതിയുടെ പദവി എന്ന് നമുക്കറിയാം. പ്രഥമ പൗരൻ ആണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്ന വ്യക്തികളെ പോലും അതിൽ നിന്ന് മോചിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ശിക്ഷയിൽ ഇളവ് നൽകാനോ ഒക്കെ പറ്റുന്ന അധികാര കേന്ദ്രം കൂടിയാണ് രാഷ്ട്രപതി. അതുകൊണ്ട് രാഷ്ട്രപതി അങ്ങനെ ഒരു റഫറൻസ് ആവശ്യപ്പെടുമ്പോൾ അതിൽ മുഖം തിരിക്കാനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തള്ളിക്കളയാനോ ഒന്നും കോടതിക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് കോടതി ഈ 14 ചോദ്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഭരണഘടനാ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, താങ്കൾക്ക് എന്താണ് ഈ കോടതിയുടെ വ്യക്തതയിൽ നിന്ന് മനസ്സിലാകുന്നത്? അതായത് ആത്യന്തികമായി ഇതിപ്പോൾ ഒരു സഭ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സർക്കാർ ഒരു ബിൽ പാസ്സാക്കിയാൽ അതിൽ ഗവർണർ ഒപ്പിടുക മാത്രമേ അന്തിമമായ പോംവഴിയുള്ളൂ എന്നല്ലേ? ഇല്ല, ഒരിക്കലും അല്ല. ഞാൻ അതിനോട് പൂർണ്ണമായി വിയോജിക്കുകയാണ് ആ അഭിപ്രായത്തോട്. അതെന്തുകൊണ്ടാണ്? അതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഞാനിപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചു. ഈ കാര്യം മുൻപ് ചില ചർച്ചകളിൽ ഞാൻ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒന്ന്, സംസ്ഥാന ഗവൺമെന്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ ഗവർണർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ഒരു ബില്ല് അയച്ചാൽ ആ ബില്ല് പരിഗണിക്കാൻ 3 വ്യവസ്ഥകൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. ഒന്ന്, ആ ബില്ല് ഒന്നുകിൽ അംഗീകരിക്കാം, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും വിരുദ്ധമായിട്ടൊരു നിയമം ഉണ്ടായെന്ന് പ്രൈമ ഫേഷ്യേ ഗവർണർക്ക് തോന്നിയാൽ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ കുറിപ്പോട് കൂടെ തിരിച്ച് നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ കിട്ടിയാൽ നിയമസഭ വിളിച്ചുകൂട്ടി ആ ഗവർണറുടെ കാര്യം ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് അതിനെ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് അനാലിസിസ് വേണമെന്നാണ്. ചർച്ച ചെയ്തിട്ട് ആ തീരുമാനം വീണ്ടും ഗവർണറെ അറിയിക്കണം. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തില് കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും തമ്മിൽ ഒരു ക്ലാഷ് വന്നാൽ കേന്ദ്ര നിയമമേ അതിജീവിക്കുള്ളൂ. അതാണ് നമ്മുടെ ഭരണഘടനയുടെ വിഭാവന ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഭരണഘടനാപരമായ എന്തെങ്കിലും ഒരു കാര്യത്തില് ക്ലിയറൻസ് വേണമെങ്കിൽ അത് പ്രസിഡന്റിന് റെഫർ ചെയ്യാം. പ്രസിഡന്റിന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം നമ്മള് നിയമസഭയെ ഗവർണർ അറിയിക്കണം. ഇതാണ് 3 കാര്യങ്ങൾ. അവിടെയൊക്കെ സമയമെടുക്കുന്നതിന് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണമെന്ന് ഒരിക്കലും സമയപരിധി തീരുമാനിക്കുന്നത് ശരിയല്ല. അതിന് കാരണം ഭരണഘടനാ ശില്പികൾ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡിബേറ്റ് വന്ന സമയത്ത് അംബേദ്കറും മറ്റ് ബന്ധപ്പെട്ടവരൊക്കെ തന്നെ ഈ കാര്യത്തെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയിരിക്കുന്നത് അത് ചരിത്രരേഖയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റും ഗവർണറും എന്ന് പറയുന്ന പദവി റിവിഷന് പോലും, അതായത് കോടതി നിയമപരമായി വിചാരണ നടത്തി കുറ്റം കണ്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ, അതായത് തൂക്കുമരം പോലും കൊടുക്കാൻ വിധിക്കപ്പെട്ടാൽ അതിനപ്പുറമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാപരമായി നൽകിയിരിക്കുന്ന ഒരു പവിത്രമായ പദവിയാണ് ഗവർണർക്കും പ്രസിഡന്റിനും ഉള്ളത്. അവർക്കത് പുനഃപരിശോധിക്കാനും അതിനെ റിവിഷൻ നടത്താൻ അത് സുപ്രീം കോടതി വിധിയാണെങ്കിലും ഹൈക്കോടതിയുടെ വിധിയാണെങ്കിലും ബന്ധപ്പെട്ട ഗവർണറാണെങ്കിൽ ഹൈക്കോടതി, രാഷ്ട്രപതിയാണെങ്കിൽ സുപ്രീം കോടതി. അപ്പൊ സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതിക്കും അതുപോലെ ഹൈക്കോടതിയുടെ വിധിക്കെതിരെ ഗവർണർക്കും അത് ചെയ്തത് പുനഃപരിശോധിക്കാനോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വരെ
അധികാരം ഭരണഘടന നൽകുമ്പോൾ ആ പദവി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന നിയമങ്ങൾക്കപ്പുറം വലിയ ഒരു ഭരണഘടനാ സംരക്ഷണത്തിന്റെ മേഖലയിൽ നൽകിയിരിക്കുന്ന രണ്ട് പവിത്രമായ അല്ല, സ്ഥാനങ്ങൾ. അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം ഇതാണ് അഡ്വക്കേറ്റ് ശിവമഠത്തിൽ. അതായത് കോടതി പറയുന്നുണ്ട് ഗവർണർ ഹാസ് 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻസ്: അസെന്റ്, റിസർവ് ഫോർ പ്രസിഡന്റ്, വിത്ത് ഹോൾഡ് ആൻഡ് റിട്ടേൺ. ഇതാണ് പറയുന്നത് ഒരു ബില്ലുമായി ബന്ധപ്പെട്ട. അപ്പോൾ എൻ്റെ സംശയം, ഈ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് റിട്ടേൺ എന്ന മൂന്നാമത്തെ ഓപ്ഷൻ ഗവർണർ സ്വീകരിക്കുന്നു. അത് സഭ വീണ്ടും താങ്കൾ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യുന്നു. ശരി, ചർച്ച ചെയ്യുമ്പോൾ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതില്ല, സഭ നേരത്തെ തീരുമാനിച്ചതിൽ ഉറച്ചു നിൽക്കുകയും വീണ്ടും ആ ബില്ല് ഗവർണർക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്താൽ പിന്നീട് ഗവർണർക്ക് അത് ഒപ്പുവെക്കുക എന്നതല്ലേ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഒരു അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. എങ്കിൽ പിന്നീട് മറ്റെന്താണ് ഓപ്ഷൻ? ഇല്ല, ഞാൻ കഴിഞ്ഞ കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന കഴിഞ്ഞ 30 വർഷം അഭിഭാഷകനായി തുടരുന്ന എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പല സ്ഥലത്തും ഈ കാര്യത്തെ സംബന്ധിച്ച് ലേഖനത്തിലും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്റെ എല്ലാ കോടതിയോടുള്ള ബഹുമാനത്തോടും ഞാൻ പറയട്ടെ, അങ്ങയുടെ ചോദ്യത്തിൽ ഒരു അധികാരം ഒരാളിന് നൽകിയിരിക്കുന്നുവെങ്കിൽ ആ അധികാരം വിനിയോഗിക്കാനും അധികാരത്തിൽ എന്താണോ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നത് നിരസിക്കാനും അവകാശമുണ്ട് എന്നുള്ളത് ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളാണ്. അപ്പൊ ഗവർണറോട് അസന്റ് വേണം, ഇതിനെ അംഗീകാരം നൽകണം എന്ന് പറയുമ്പോൾ അംഗീകാരം കൊടുക്കാതിരിക്കാനും അദ്ദേഹത്തിന്, പക്ഷെ അംഗീകാരം കൊടുക്കാതിരിക്കാൻ ഈ പറഞ്ഞ അങ്ങ് സൂചിപ്പിച്ച 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒരു ഉദാഹരണം പറയാം. ഒരു ഗവൺമെന്റ്, ഇലക്ടഡ് ഗവൺമെന്റ്, ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ നേതൃത്വത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ്, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, വേറെ ആരായിക്കോട്ടെ, അവര് നാളെ തീരുമാനിക്കുന്നു നമ്മുടെ പ്രധാനപ്പെട്ട നിയമസഭാ കോംപ്ലക്സ്, അതായത് നമ്മുടെ നിയമനിർമ്മാണം നടത്തുന്ന സഭ ഏതെങ്കിലും ഒരു അദാനിക്കോ അംബാനിക്കോ ആർക്കെങ്കിലും കോൺട്രാക്ട് കൊടുത്തിട്ട് അതിന്റെ മെയിന്റനൻസും കാര്യങ്ങളും അത് ചെയ്യണമെന്ന് ഞാനൊരു ലോജിക്കൽ ഇതിൽ പറയുകയാണ് എന്നൊരു തീരുമാനമെടുത്താൽ അത് പറ്റില്ല. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, നിയമനിർമ്മാണ സഭയാണ്, ഇത് ജനങ്ങളുടെയും കൂടെ അവകാശപ്പെട്ട സ്ഥലമാണ്, ഇത് നിയമനിർമ്മാണത്തിന്റെ പവിത്രമായ സ്ഥലം, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചാൽ വീണ്ടും അദ്ദേഹത്തിനോട് പറയുകയാണ്, അല്ല ഞങ്ങൾ എങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഗവർണർ അത് അംഗീകരിക്കണമെന്ന്? നോ. അദ്ദേഹത്തിന് അതിൽ കൃത്യമായ രീതിയിൽ അന്തിമമായി ഭരണഘടനയുടെ 141 32 ഉപയോഗിച്ച് സുപ്രീം കോടതിക്ക് പോലും അദ്ദേഹത്തിന് ആ മാറ്റർ റെഫർ ചെയ്യാം ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സമയപരിധി വെക്കരുത് എന്ന് പറയാനുള്ള കാരണം അവർക്ക് നൽകിയിരിക്കുന്ന പവിത്രമായ പദവിയിൽ കോടതി കയറി സമയം വയ്ക്കുന്നത് ശരിയല്ല. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം സമയപരിധി കൊടുത്തിട്ട് ഗവർണർ അത് ചെയ്തില്ല, അല്ലെങ്കിൽ രാഷ്ട്രപതി ചെയ്തില്ല എങ്കിൽ കോടതി ലക്ഷ്യത്വത്തിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനെ പ്രസിഡന്റിനെയോ ഗവർണറെയോ കോടതിക്ക് വിളിച്ചു വരുത്താൻ ഭരണഘടനയിൽ വകുപ്പില്ല, നിയമമില്ല. അപ്പൊ എന്ത് ചെയ്യും? അതൊരു ഡിസാസ്റ്റർ കോൺസിക്വൻസ് ആണ്. ഇത് റെഫർ ചെയ്ത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് തന്നെ ഈ ചോദ്യം ചോദിച്ചു. നിങ്ങളൊരു കാലതാമസം വെക്കുന്നു, ആ കാലതാമസത്തിനുള്ളിൽ ഒരു സമയപരിധി തീരുമാനിക്കുന്നു കോടതി, ജുഡീഷ്യൽ ഇതിൽ പവർ ഉപയോഗിച്ചിട്ട് ആ പരിധിക്കുള്ളിൽ അദ്ദേഹം അത് ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തെ കോട്ടലക്ഷ്യത്തിന് വേണ്ടി കോടതിയിലേക്ക് വിളിച്ചു വരുത്താൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇതിനു വേണ്ടി വാദിക്കാൻ വന്ന തമിഴ്നാടിന്റെ വക്കീലാണെങ്കിലും ഹൈക്കോടതിയുടെ നമ്മുടെ കേരളത്തിന്റെ വക്കീലാണെങ്കിലും കൃത്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല, അത് പറയാൻ കഴിയുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത്, ഒരു അധികാരം നൽകിയിരിക്കുമ്പോൾ ആ അധികാരത്തിൽ ഒരിക്കലും അതാണ് കോടതി പറഞ്ഞത്, 2 അധികാരം ഒരിക്കലും പാടില്ല. ഒരു ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താലോ അല്ലെങ്കിൽ ഗവർണർക്ക് അയച്ചു കൊടുത്താലോ അത് പരിഹരിക്കാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ഓപ്ഷൻ ഉണ്ട്. ആ 3 ഓപ്ഷനിൽ ഒരു പക്ഷേ ചിലപ്പോൾ കാലതാമസം എടുക്കാം. ഒരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ഭരണഘടനാ പ്രതിസന്ധി വരുന്ന ഏതെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും രീതിയിൽ ഒരു ബില്ല് വരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെതായ ലീഗൽ എക്സ്പെർട്സിനോട് അഭിപ്രായം ചോദിക്കാം. അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം നിയമസഭയെ അറിയിക്കാം. അപ്പൊ അതിനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കോടതിക്ക് പറയുകയാണ്, നിങ്ങൾ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം, 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭരണഘടന അവർക്ക് നൽകിയിരിക്കുന്ന പവിത്രമായ പദവിയിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയം ഇല്ല. പക്ഷെ അതേസമയം ഗവർണർ, ഒരു കാര്യം കൂടെ, ഗവർണറുമാണെങ്കിലും രാഷ്ട്രപതിയാണെങ്കിലും അവര് അത്ഭുതമായ ഭരണഘടനാപരമായ ആ ഭരണഘടനാ മൂല്യം അല്ലെങ്കിൽ ഭരണഘടനാപരമായ അതിന്റെ ഫിലോസഫി, അതിന്റെ തത്വശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനാപരമായി ഉള്ളതുകൊണ്ട് അവർ നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കണമെന്ന് കോടതിക്ക് വേണമെങ്കിൽ വ്യക്തമാണ്.